റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. A is to B equal to 2 is to 3, B is to C equal to 1 is to 4, then what is A is to B is to C? അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡ് നമുക്കറിയാം. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ഏറ്റവും സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഏറ്റവും സ്പീഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ട്രിക്ക് നോക്കാം. A is to B is to C ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കുറച്ച് സ്പേസ് ഇട്ടിട്ട് A B C എന്ന് എഴുതി വെക്കാം. എന്നിട്ട് ഫസ്റ്റ് റേഷ്യോ A is to B, that is 2 3. എന്റെ താഴെ 2 എഴുതാം, ബിന്റെ താഴെ 3 എഴുതാം. then next റേഷ്യോ B is to C 1 is to 4. അപ്പോൾ ബിയുടെ താഴെ 1 എഴുതാം, സിയുടെ താഴെ 4 എഴുതാം. ഇവിടെ എഴുതരുത്, സെക്കൻഡ് റേഷ്യോ ആണ്, അപ്പൊ ഇവിടെ തന്നെ എഴുതാം. എന്നിട്ട് നമ്മളെ ട്രിക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടത്തേതും ഇല്ല, ഇവിടെയും ഫില്ല് ചെയ്യണം. ഇപ്പൊ എന്ത് ചെയ്യാം, ഇതിന്റെ ഏറ്റവും അടുത്തായിട്ടുള്ളത്, അതായത് റോയെ നോക്കണം. ഇങ്ങനെ നോക്കരുത്, കോളം വൈസ് നോക്കരുത്, റോ ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും അടുത്തായിട്ടുള്ളത് 3 ആണ്. അപ്പൊ അത് 3 ഫില്ല് ചെയ്യുക. ദെൻ ഇവിടെ വരുന്ന എന്റെ താഴെ ഇവിടെ വരുന്നത് റോയിൽ നോക്കുക, ഏറ്റവും അടുത്തായിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഈ 1 ഇവിടെ ഫില്ല് ചെയ്യുക. അപ്പൊ നമ്മുടെ എല്ലാം ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് റേഷ്യോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എ കിട്ടും 1 into 2 2, then ബി കിട്ടും 1 into 3 3, then സി കിട്ടും 4 into 3 12. അപ്പൊ നമ്മുടെ എ is to ബി is to സി എന്ന് പറയുന്നത് എന്താണ്? 2 is to 3 is to 12. അതേപോലെ നോക്കുകയാണെങ്കിൽ x is to y equal to 4 is to 5, then y is to z equal to 5 is to 3, then what is x is to y is to z? പറയാമോ? ആദ്യം നമ്മൾ എന്ത് എഴുതും? സ്പേസ് ഇട്ട് x y z എന്ന് എഴുതും. എന്നിട്ട് എന്തുണ്ട്? എക്സിന്റെ താഴെ 4, വൈയുടെ താഴെ 5 എഴുതും. ഇവിടെ സെക്കൻഡ് റേഷ്യോ വൈയുടെ താഴെ 5, ദെൻ സെഡിന്റെ താഴെ 3. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഫില്ല് ചെയ്യണം. അപ്പൊ റോയില് ഇതിന്റെ നേരെ അടുത്തുള്ളത് 5, അപ്പൊ ഇവിടെ 5 ഫില്ല് ചെയ്തു. പിന്നെ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്, അപ്പൊ ഇവിടെ നേരെയുള്ളത് 5 ആണ്, 5 ഫില്ല് ചെയ്തു. ദെൻ 4 into 5 20, then 5 into 5 25, then 3 into 5 15. then ഇതാണ് നമ്മുടെ റേഷ്യോ. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? ഇതിൽ കോമൺ ഫാക്ടർ ആയിട്ട് 5 ഉണ്ട്. അപ്പോൾ 4 5s, then 5 5s, then 3 5s are 15. then that is 4 is to 5 is to 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്യാമോ? P is to Q equal to 7 is to 2, Q is to Z equal to 1 is to 4. then what is P is to Q is to Z?